പുതിയ അധ്യയന വർഷത്തെ വരവേറ്റ് കാക്കഞ്ചാൽ കുണ്ടന്തടം ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിൽ പ്രവേശനോത്സവവും ബെഞ്ചിരിപ്പ് ചടങ്ങും സംഘടിപ്പിച്ചു. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് തണലൊരുക്കുന്ന വിദ്യാലയത്തിൽ നടന്ന ബെഞ്ചിരിപ്പ് കർമ്മം ചെറുപുഴ സെന്റ് മേരീസ് ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ എബിൻ മങ്കുഴിയിൽ നിർവഹിച്ചു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിസ്റ്റർ ജാസ്മി ജോസഫ്. ഞാൻ ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിൻ്റെ സ്കൂൾ വർക്ക് ചെയ്യുന്നു. നമ്മളുടെ സ്പെഷ്യൽ സ്കൂൾ മധ്യസ്ഥ മാതാവിൻ്റെ മിഷണറിമാർ എന്ന സന്യാസ സമൂഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂൾ. ഇത് കുണ്ടന്തടത്താണ് നമ്മളുള്ളത്. ഇന്ന് നമ്മളുടെ ഈ സ്കൂളിൻ്റെ ഒരു വെഞ്ചിരിപ്പും അതുപോലെ പ്രവേശനോത്സവമായിട്ട് നമ്മൾ ഇന്ന് കൊണ്ടാടുകയാണ്. അപ്പോൾ നമ്മളൊരു ജൂബിലിയിലേക്ക് കൂടി കടക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സ്കൂളിലെ വ്യത്യസ്തപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളുണ്ട്. അവർക്കെല്ലാവർക്കും നമ്മൾ പലവിധ പഠനത്തിൽ മാത്രമല്ല, പക്ഷേ കലാപരമായിട്ടും കായികപരമായിട്ടുമുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ നൽകുന്നു. അവരുടെ വ്യത്യസ്തമായ കഴിവുകൾ അവർ പലതരത്തിൽ അവർ തെളിയിച്ചിട്ടുണ്ട്. അവർ സ്പോർട്സിലായാലും ഡാൻസിലായാലും അങ്ങനെ ഏത് മേഖലയിലായാലും അവർ ധാരാളം സമ്മാനങ്ങളെല്ലാം വാരിക്കൂട്ടി ഒരുപാട് ഉയർന്ന ഉന്നതങ്ങളിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾക്ക് ഒരുപാട് പേര് സപ്പോർട്ടും നമ്മുടെ സ്കൂളിലെ സ്റ്റാഫും ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് നമ്മുടെ മാനേജ്മെൻറ്റ് എല്ലാം വളരെ നല്ല സപ്പോർട്ടാണ് നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി നൽകുന്നത്. നമുക്കറിയാം, നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ഒരുപാട് സ്നേഹത്തോടു കൂടെ അല്ലെങ്കിൽ എളിമയോടുകൂടെ മാത്രമേ നമുക്കിവിടെ ആയിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം നമ്മളെല്ലാവരും ചെയ്യുന്ന പ്രവൃത്തികൾ അത് എത്ര വലുതാണെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യത്തിൽ ഇവിടെ ഇവർ ചെയ്യുന്ന ഈ സേവനത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. അപ്പോൾ നമുക്കറിയാം, ഇത്രയും കുഞ്ഞുങ്ങളെ ഒരു കുഞ്ഞിനെ എനിക്ക് പരിചയമുണ്ട്. ആ കുഞ്ഞിനെ ഫോൺ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അടുത്ത് ഇടപെടുമ്പോൾ തന്നെ എനിക്ക് പരിചയമുള്ളൊരു കൊച്ചാണ്. എത്രത്തോളം ക്ഷമ വേണമെന്ന് നല്ല കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാനായിട്ട് എത്രത്തോളം ക്ഷമ വേണം, എത്രത്തോളം സ്നേഹം വേണം, എത്രത്തോളം ആത്മാർത്ഥത വേണമെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇവർ ചെയ്യുന്ന വലിയ സേവനത്തിന് ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല ആയുസ്സും ആരോഗ്യവും അതുപോലെ അവരുടെ മാതാപിതാക്കൾക്കും നല്ല രീതിയിലുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിലെ കുട്ടികൾക്കായുള്ള പഠന കിറ്റ് വിതരണവും ലോക പരിസ്ഥിതി ദിനാഘോഷവും നടന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കാം, വിദ്യാഭ്യാസത്തിന് കരുതലാകാം എന്ന സന്ദേശമുയർത്തി നടന്ന പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ് പണിക്കൽ നിർവഹിച്ചു. ഏറെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഇവിടെ ആയിരിക്കുന്നതിൽ. എന്തുകൊണ്ടും ചെറുപുഴ മണ്ഡലം യൂത്തിൻ്റെ നേതൃത്വത്തിൽ പഠനക്കിറ്റ് വിതരണം എന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും ഇതൊരു പഠനക്കിറ്റായിട്ടല്ല ഞാനിതിനെ കാണുന്നത്. കാരണം അവരുടെ ഒരു സ്നേഹവും കരുതലുമാണ് ഈ കുട്ടികളോട്. ആ ഒരു കരുതലാണ് നമ്മൾക്ക് ഇന്നിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടും സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ അവർ സ്പെഷ്യലാണ്. അവർ എന്താ പറയണ്ടേ, നമ്മളെക്കാളൊക്കെ അവർ നമ്മളെപ്പോലെയല്ല, അവർ നമ്മളെക്കാളൊക്കെ അവർ കരുതലും സ്നേഹവും ഒക്കെ അർഹിക്കുന്നവരാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെങ്കിൽ ഇത്രയും കുട്ടികളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഇവിടുത്തെ സ്മിത ടീച്ചർ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സ്, ഞാൻ സ്മിത ടീച്ചറുടെ കാണുമ്പോൾ ഞാൻ ഓർക്കും, ടീച്ചേഴ്സിന് എത്ര ക്ഷമയും അവരോടുള്ള ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ കുട്ടികളെ ഇങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അതിന് ഹൃദയപൂർവ്വം ഞാൻ ഇവിടുത്തെ ടീച്ചേഴ്സിനെ ഞാൻ സ്മരിക്കുകയാണ്, നന്ദി പറയുകയാണ്. ഒപ്പം അവരോടൊപ്പം പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ് എല്ലാവർക്കും ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം അവരെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതുപോലെ ചേർത്ത് നിർത്തുന്നതിന്, ഇതുപോലെ അവരെ സംരക്ഷിക്കുന്നതിന്, അവർക്കിങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ കഴിവുകളെ, നമുക്കറിയാം നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് ചിലപ്പോൾ നല്ല കഴിവുകൾ അവരിലുണ്ടാകും. ആ കഴിവുകളെയൊക്കെ കണ്ടെത്തി അവരെ ഓരോരോ ഉയർന്ന സ്ഥാനങ്ങളിൽ കാണുന്നു. ഞങ്ങൾ വാർത്തകളിലും ചാനലുകളിലും ഒക്കെ ഈ കുട്ടികളുടെ പരിപാടികൾ കാണുമ്പോൾ അങ്ങനെയൊക്കെ അവരെ എത്തിക്കാൻ ആ പരിശ്രമിക്കുന്ന ഇവിടുത്തെ ആ ടീച്ചേഴ്സിനെ, ഇവിടുത്തെ സിസ്റ്റേഴ്സിനെയൊക്കെ ഏറ്റവും നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പ്രണവ് കരേള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ എല്ലാവരും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തൊരു സ്കൂളാണ് നമ്മുടെ ഈ കുണ്ടന്തടത്തുള്ള ഏഞ്ചൽസ് ഹോം സ്പെഷ്യൽ സ്കൂൾ. അധ്യാപകരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ അങ്കണത്തിൽ ചെറുപുഴ പഞ്ചായത്ത് വാർഡ് മെമ്പർ MJ മാനുവൽ വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചു. കുട്ടികളുടെ വിവിധ പരിപാടികളും കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. ചടങ്ങിൽ മെമ്പർമാരായ TP ചന്ദ്രൻ, KD പ്രവീൺ, രേഷ്മ വി രാജു, സ്കൂൾ അധികൃതർ, കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
ഒരു നമ്മൾ പറയുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഞങ്ങൾക്കറിയാം, നമ്മളവിടെ ഒരു മാവ് നട്ടപ്പോഴും അല്ലെങ്കിൽ ഈ സമ്മാനമെല്ലാം കൊടുത്തപ്പോൾ അവരുടെ മുഖത്തെ സന്തോഷം. ഇപ്പോൾ നമ്മളിവിടെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും ചിലപ്പോൾ അതൊന്നും അവർ മനസ്സിലാക്കുന്നുണ്ടാവില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹവും സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും. ഇന്നല്ല, ഇനിയിപ്പോൾ നിങ്ങൾ നാളെ ഒരു ദിവസം വീണ്ടും വരികയാണെങ്കിൽ നിങ്ങൾ അന്ന് വന്നിരുന്നു, അന്ന് ബുക്ക് തന്നിരുന്നു, അന്ന് ബോക്സ് തന്നിരുന്നു എന്ന് അവരുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകും. ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത കഴിഞ്ഞ 4 നൂറ്റാണ്ടായി ആരുടെയും പ്രേരണയില്ലാതെ സമൂഹത്തിൽ കൈത്താങ്ങ് ആവശ്യമുള്ള വിഭാഗം ആളുകളെ ഒരു കുടുംബത്തിന് ഈ സ്ഥാപനവും ഇവിടുത്തെ സിസ്റ്റർമാരും ഇവിടുത്തെ ടീച്ചർമാരും നൽകുന്ന വലിയ സേവനം എത്രമാത്രമാണ് എന്ന് നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ.